ഹായ് ഹലോ മിസ്സസ് മലോ മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാനഡയിൽ ഇപ്പോൾ സ്പ്രിംഗ് സീസൺ സ്റ്റാർട്ടായിട്ടുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, വിൻ്റർ സമയത്ത് മൊട്ടയായിട്ടുള്ള മരങ്ങളാണ് ഇവിടെ കാണുന്നത്. ഫോൾ സീസണിൽ മരങ്ങളിലെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകും. അപ്പോൾ കാലമാകുമ്പോൾ നമ്മൾ കാണുന്നതെല്ലാം മൊട്ടയായിട്ടുള്ള മരങ്ങളാണ്. കുഞ്ഞൊക്കെ മാറി സ്പ്രിംഗ് സീസൺ സ്റ്റാർട്ട് ആകുമ്പോഴാണ് മരങ്ങളിലൊക്കെ പുതിയ മൊട്ടുകളൊക്കെ വന്നു തുടങ്ങുന്നത്. സമ്മർ സീസൺ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ വീടിനുള്ളിൽ വിത്തൊക്കെ ചെറുതായിട്ട് മുളപ്പിച്ചെടുക്കും. എന്നിട്ടാണ് നമ്മൾ സമ്മർ സീസണിൽ ചെടികളൊക്കെ പുറത്ത് നടുന്നത്. പക്ഷേ ഇപ്രാവശ്യം നല്ല ലേറ്റായി ഞാൻ വിത്തൊക്കെ പുറത്തെടുക്കാൻ തന്നെ. കാരണം നമുക്ക് രാവിലെയൊന്നും അധികം വെയിലൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വീടിനകത്ത് ഇങ്ങനെ വിത്ത് മുളപ്പിച്ചിട്ട് കാര്യമില്ല, ചെടിയെല്ലാം വാടിപ്പോവും. എല്ലാ വർഷവും ഞാൻ പച്ചക്കറി വളർത്താറുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ വിത്തുകളെല്ലാം കഴിഞ്ഞ വർഷം ഞാൻ വളർത്തിയ ചെടികളിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്ന വിത്തുകളാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ ഇപ്രാവശ്യം വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പാക്കേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമ്മുടെ നാട്ടിലെ വാടാമുല്ല പോലത്തെ ഒരു ചെടിയുടെ വിത്താണ് കേട്ടോ. ഇത് നമ്മുടെ ചണ വിത്താണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങാൻ കാരണം എനിക്ക് ചെറിയ ഈ സ്പ്രൗട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാലഡ് ഉണ്ടാക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളിത് വലിയ ചെടിയായിട്ട് വളർത്തത്തില്ല, ചെറിയൊരു നീളം വെക്കുന്നത് വരെ മാത്രമേ വളർത്തുള്ളൂ. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് സാലഡിൻ്റെ കൂടെ കഴിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ വിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ബീൻസ് ആണ് കേട്ടോ. അപ്പോൾ ഒരു ബ്ലാക്ക് കളറിലുള്ള ബീൻസ്. ഇത് കണ്ടപ്പോൾ ഡാനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് ഒരു വെള്ളരിക്ക പോലത്തെ ഒരു സംഭവമാണ്, സുക്കീനി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത്രയാണ് പുതിയ വിത്തുകൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ബാക്കി ഇതെല്ലാം കഴിഞ്ഞ വർഷത്തെ എൻ്റെ ചെടികളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത് ബീൻസ്, ഇത് ഒരുപാട് ബീൻസ് ഉണ്ടാകും കേട്ടോ. ഞാനാണെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് വീടിനടുത്തുള്ളവർക്കൊക്കെ ബീൻസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാട് കായ്ക്കും. പിന്നെ എനിക്ക് കൂടുതലും ഇവിടെ ഉള്ളത് പംകിൻ സീഡാണ് കേട്ടോ. കാരണം ഇവിടെ ഹാലോവീൻ വരുമ്പോൾ നമ്മൾ ഒരുപാട് പംകിൻസ് വാങ്ങാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന മത്തങ്ങയുടെ സീഡാണ്. അപ്പോൾ ചിലതിലൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് വെറൈറ്റി പംകിൻസ് ഉണ്ടല്ലോ. ഇത് ഒരു വെള്ള മത്തങ്ങയുടെ ആണ് കേട്ടോ. ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ചിലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ ഇങ്ങനെ ഇത് സുക്കീനയുടെ ആണ് കേട്ടോ. അപ്പോൾ ചില വിത്തൊക്കെ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് മനസ്സിലാവത്തില്ല. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ പാവയ്ക്കയുടേതാണ് കേട്ടോ. അതും ഞാനിവിടെ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്. പാവയ്ക്കയാണ്. പാവയ്ക്കയുടെയൊക്കെ പിന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്നാലും പാവയ്ക്കയും പടവലങ്ങയുടെയും വിത്ത് ഒരുപോലെയാണെന്ന് തോന്നുന്നു കേട്ടോ. പടവലങ്ങയുടെ വിത്ത് എൻ്റെ കയ്യിലില്ല. പിന്നെ ഇത് വെള്ളരിക്കയാണ് കേട്ടോ. ഇത് ഞാൻ എഴുതി വെച്ചിട്ടില്ല. വെള്ളരിക്കയുടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇത് വെള്ളരിക്കയാണ് കേട്ടോ. ഇത് സൂര്യകാന്തിയുടെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷത്തേതെന്ന് പറഞ്ഞു. അതിന് മുന്നത്തെ വർഷങ്ങളിലും ഞാനിങ്ങനെ വിത്തൊക്കെ ശേഖരിച്ച് വെക്കും കേട്ടോ. സ്പ്രിംഗ് സീസൺ ആകുന്ന സമയത്ത് നമ്മൾ വീട്ടിലൊക്കെ വാങ്ങുന്ന പച്ചക്കറിയിൽ നിന്ന് ഞാൻ വിത്തെടുത്ത് മാറ്റി വെക്കാറുണ്ട് കേട്ടോ. കൂടുതലും ഞാൻ തക്കാളിയാണ് എടുത്ത് വെക്കാറുള്ളത്. ഇത് കണ്ടോ, ഇതൊക്കെ തക്കാളിയുടേതായിരിക്കും. അതാണ് ഞാൻ ഇങ്ങനെ ടിഷ്യൂ പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. തക്കാളിയും മുളകിൻ്റെയൊക്കെയാണ് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ പുറത്തുനിന്ന് കുറേ വിത്തുകൾ വാങ്ങുമായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും ഇത്രയധികം വിത്തുകളുണ്ട്, അതുകൊണ്ട് പുറത്തുനിന്ന് കുറച്ച് വിത്തുകൾ മാത്രമേ ഞാൻ ഇപ്രാവശ്യം വാങ്ങുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതും ഗ്രീൻ പീസ് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം ഞാനിവിടെ വളർത്തിയതാണ്, അതിൽ നിന്ന് എടുത്ത് വെച്ച വിത്താണ് കേട്ടോ. കുഞ്ഞൻ കുപ്പിയിലെ വിത്ത് കാണാം. ഇത് മുളകാണ് കേട്ടോ, നല്ല എരിവുള്ള മുളകാണ്. കാനഡയിൽ വന്നപ്പോഴാണ് ഈ പച്ചക്കറി കൃഷിയോടൊക്കെ കൂടുതൽ ഇഷ്ടം തോന്നിയത്. കാരണം 3-4 മാസം മാത്രമേ നമുക്ക് ചെടികളൊക്കെ നടാനുള്ള ഒരു സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവിടെ ഒരു വേനൽക്കാലം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആഘോഷമാണ്. എല്ലാവരും അവരുടെ ബാക്ക് യാർഡ് എത്രത്തോളം സുന്ദരമാക്കി വയ്ക്കാമോ അത്രത്തോളം സുന്ദരമാക്കി വയ്ക്കുന്നുണ്ട്. ഗാർഡൻ ഡെക്കറേറ്റംസ് ഒക്കെ ഒരുപാട് ഇവിടെ കിട്ടും. അപ്പോൾ എല്ലാവരും അവരവരുടെ ഗാർഡൻ എത്രത്തോളം ഭംഗിയാക്കാം എന്നുള്ള ഒരു കോമ്പറ്റീഷനാണ്.
പിന്നെ എല്ലാവരും വീടിൻ്റെ ബാക്ക് യാർഡിലൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. എൻ്റെ ലൈവിൽ വന്നിട്ടുള്ളവർക്കും എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കും അറിയാം, കഴിഞ്ഞ വർഷം എൻ്റെ വീട്ടിൽ ഒരുപാട് പച്ചക്കറികൾ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ ഇപ്രാവശ്യം കൃഷി ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ. അടിച്ചു മോനെ അടിച്ചു എന്ന് പറയുന്നത് പോലെയാണ്. 2-3 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് വിത്തുകൾ കൂടി എനിക്ക് കിട്ടി. കുറച്ചധികം വിത്തുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഈ വിത്തൊക്കെ ഞാൻ എടുത്തു വെച്ചത് മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി വിത്തുകളുണ്ടായിരുന്നു, ഒരുപാട് പൂക്കളുടെ വിത്തുകളുണ്ടായിരുന്നു. നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി വിത്തുകൾ ഞാൻ കാണിച്ചു തരാം. ഏത് ചെടികളുടെ വിത്ത് വേണമെങ്കിലും നമുക്കിവിടെ കടകളിൽ കിട്ടും. ബീട്രൂട്ടിൻ്റെയൊക്കെ വിത്തൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ബീട്രൂട്ടിൻ്റെയും ബ്രോക്കോളിയുടെയും ക്യാരറ്റിൻ്റെയും വിത്തുകൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഇതിനു മുന്നേ ഈ വിത്തുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വിത്തൊക്കെ ഞാൻ എങ്ങനെയാണ് ഇവിടെ ടേബിളിൽ സെറ്റ് ചെയ്യുന്നതെന്നും ഇത് വളരുന്നതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്